ഓക്കെ, നമ്മൾ സോളിഡ് സ്റ്റേറ്റിന്റെ സെക്കൻഡ് പാർട്ടിലോട്ട് പോവാണ്. അതായത് ഇനി എന്താണ് ക്രിസ്റ്റൽ എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ക്രിസ്റ്റലിൽ വരുന്ന പുതിയ ടേംസ്, ക്രിസ്റ്റലോഗ്രാഫി, കോമൺ ടേംസ്, എന്താണ് യൂണിറ്റ് സെല്ല്, സ്പേസ് ലാറ്റിസ്, ഇതിനെ കുറിച്ചൊക്കെയാണ് ഇനി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ക്രിസ്റ്റലിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ക്രിസ്റ്റൽ സോളിഡ് എന്നും അതേപോലെ തന്നെ അമോർഫസ് സോളിഡ് എന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ക്രിസ്റ്റലിനെ കുറിച്ച് മാത്രം പറയണം. അപ്പൊ എന്താണ് ക്രിസ്റ്റലോഗ്രാഫി എന്ന് പറഞ്ഞാൽ ദ ബ്രാഞ്ച് ഓഫ് ദി സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ദ ജോമെട്രി, പ്രോപ്പർട്ടീസ് ആൻഡ് ദി സ്ട്രക്ചർ ഓഫ് എ ക്രിസ്റ്റൽ ഈസ് നോൺ ആസ് ദി ക്രിസ്റ്റലോഗ്രാഫി. ഒരു ക്രിസ്റ്റലിന്റെ ജോമെട്രി, അതേപോലെ തന്നെ പ്രോപ്പർട്ടീസ്, അതേപോലെ തന്നെ അതിന്റെ സ്ട്രക്ചർ, ഇതിനെയൊക്കെ കുറിച്ച് പഠിക്കുന്ന സയൻസിലെ ഒരു ബ്രാഞ്ചിനെയാണ് നമ്മൾ എന്താ പറയാ, ക്രിസ്റ്റലോഗ്രാഫി എന്ന് പറയാം. ഓക്കെ, അപ്പൊ എന്താണ് ക്രിസ്റ്റലോഗ്രാഫി എന്ന് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ഇനി ക്രിസ്റ്റലിനെ കുറിച്ചാണല്ലോ പഠിക്കാൻ പോകുന്നത്. അപ്പൊ അതിന്റെ മുമ്പ് നമുക്ക് കുറെ ടേംസ് നമ്മൾ ഇനി പറയുമ്പോൾ ഓരോ ടേംസ് നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ അതിന്റെ മുമ്പ് അതിലൊക്കെ പറയുന്ന ആ കോമൺ ടേംസിന് എന്ത് ചെയ്യാം, നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ ആണ് ക്രിസ്റ്റൽ ഹാബിറ്റ്. എന്താണ് ക്രിസ്റ്റൽ ഹാബിറ്റ് എന്ന് ചോദിച്ചാൽ ദ എക്സ്റ്റേണൽ ഷേപ്പ് ഓഫ് ദി ക്രിസ്റ്റൽ ഈസ് കോൾഡ് ക്രിസ്റ്റൽ ഹാബിറ്റ്. നമ്മൾ പുറമേ കാണുന്ന ഒരു ക്രിസ്റ്റലിന്റെ, നമ്മളൊരു ഇപ്പൊ ഏതെങ്കിലും ഒരു അയണിന്റെ സോളിഡ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് എടുത്തു, അതിന്റെ പുറമേ കാണുന്ന ആ ക്രിസ്റ്റൽ, അതിന്റെ ആ ഷേപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്രിസ്റ്റൽ ഹാബിറ്റ് എന്ന് പറയുന്നത്. ഇപ്പം സോഡിയം ക്ലോറൈഡ് നമുക്ക് ക്യൂബിക് സ്ട്രക്ചർ ആണെന്ന് അറിയാം. അപ്പൊ നമ്മൾ അതിന്റെ ക്യൂബ്, ആ എക്സ്റ്റേണൽ ഷേപ്പ് ക്യൂബിലാണ് വരുന്നത്. അപ്പൊ അതിന്റെ ഹാബിറ്റ് എന്ന ക്രിസ്റ്റൽ ഹാബിറ്റ് എന്ന് പറയുന്നത് എന്താണ്, ക്യൂബിക് സ്ട്രക്ചർ എന്ന് പറയാൻ പറ്റും. അങ്ങനെ നമ്മൾ പുറമേ കാണുന്ന ആ ഷേപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്രിസ്റ്റൽ ഹാബിറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് എന്ത്, ഫേസ് എന്ന് പറയുന്നത്. ദ ബൗണ്ടിങ് സർഫസ് വിച്ച് ഈസ് ജനറലി ഫ്ലാറ്റ് ഓഫ് എ ക്രിസ്റ്റൽ ഈസ് കോൾഡ് ഫേസ്. ഫേസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ക്യൂബിക് സ്ട്രക്ചർ ആണെന്ന് വിചാരിച്ചു, അതായത് NaCl ആണെന്ന് വിചാരിച്ചു. അപ്പൊ അതെന്താണ്, അതിന്റെ ആ 6 ഭാഗങ്ങളെ, 6 ഫേസിനെയാണ്, അതിന്റെ 6 മുഖങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫേസ് എന്ന് പറയുന്നത്. അതിന്റെ സർഫസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫേസ് എന്ന് പറയുന്നത്. ദ ബൗണ്ടിങ് സർഫസ് ഈസ് നോൺ ആസ് ഫേസ്. ഓക്കെ, നിങ്ങൾക്ക് ആ ഫിഗറിൽ കാണുന്നുണ്ടാവും, ആ ബ്ലൂ കളറിൽ മാത്രമല്ല ആ വൈറ്റിലും അതിന്റെ പുറമേ കാണുന്ന ആ സർഫസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫേസ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് എന്ത്, ഫോംസ് എന്ന് പറയുന്നത്. എന്താണ് ഫോംസ് എന്ന് പറയുന്നത്? ഫോംസ്, ദ ഫേസ് ഇൻ എ ക്രിസ്റ്റൽ മേ ബി ലൈക്ക് ഓർ അൺലൈക്ക്. ഈച്ച് സെറ്റ് ഓഫ് എ സിമിലർ ഫേസസ് ഓഫ് എ ക്രിസ്റ്റൽ ഈസ് കോൾഡ് ഫോംസ്. നമ്മുടെ ഫേസസ് മേ ബി എന്തായിരിക്കാം, സെയിം ആയിരിക്കാം. ക്യൂബിക്കിന്റെ 6 ഫേസ് എന്താണ്, ഈക്വൽ ആണ്. പക്ഷെ നമ്മളൊരു ടെട്രാഗണൽ അല്ലെങ്കിൽ ട്രൈഗണൽ അല്ലെങ്കിൽ റോബോഹിഡ്രൽ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഫേസ് എന്താ, ഈക്വൽ അല്ല. മേ ബി 2 ഫേസ് ഈക്വൽ ആയിരിക്കും, ചിലപ്പോൾ 6 ഫേസ്, ചിലപ്പോൾ 4 ഫേസ്. അങ്ങനെ ഈക്വൽ ആയിട്ട് വരുന്ന ഒരു സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫോംസ് എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി അടുത്തതാണ് എന്ത്, എഡ്ജ്. എഡ്ജ് എന്ന് പറഞ്ഞാൽ ദ ലൈൻ അലോങ് ദി ഇന്റർസെക്ഷൻ ഓഫ് എ 2 അഡ്ജസന്റ് ഫേസസ് ഓഫ് എ ക്രിസ്റ്റൽ ഈസ് കോൾഡ് ആൻ എഡ്ജ്. അതായത് 2 ക്രിസ്റ്റലിന്റെ അല്ലെങ്കിൽ നമ്മൾ ആ ക്രിസ്റ്റൽ യൂണിറ്റ് സ്ട്രക്ചറിന്റെ ഫേസസ് തമ്മിൽ ജോയിൻ ചെയ്യുന്ന, അഡ്ജസന്റ് ഫേസസ് തമ്മിൽ ജോയിൻ ചെയ്യുന്ന ആ ഇന്റർസെക്ഷനെ, അവിടുത്തെ ആ പോയിന്റിനെ പറയുന്നത് അല്ലെങ്കിൽ ആ ലൈനിനെ പറയുന്ന പേരാണ് എന്ത്, എഡ്ജ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആ ഫിഗറിൽ കാണാൻ പറ്റും, അവിടെ വരുന്ന ഓരോ ലൈനിനെയാണ് എന്ത് പറയുന്നത്, എഡ്ജ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് എന്ത്, ഇന്റർഫേഷ്യൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ ദ ആംഗിൾ ബിറ്റ്വീൻ ദി അഡ്ജസന്റ് ഫേസ് ഓഫ് എ ക്രിസ്റ്റൽ ഈസ് കോൾഡ് ഇന്റർഫേഷ്യൽ ആംഗിൾ. അതായത് അഡ്ജസന്റ് ഫേസസ് തമ്മിലുള്ള, ക്രിസ്റ്റലിലെ അഡ്ജസന്റ് ഫേസസ് തമ്മിലുള്ള ആംഗിളിനെ പറയുന്ന പേരാണെന്ന് പറയുന്നത് ഇന്റർഫേഷ്യൽ ആംഗിൾ. അതായത് ഒരു ക്രിസ്റ്റലിലെ ഫേസുകളുടെ അഡ്ജസന്റ് ഫേസിന്റെ ഇടയിൽ വരുന്ന ആംഗിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇന്റർഫേഷ്യൽ ആംഗിൾ എന്ന് പറയുന്നത്. ക്ലിയർ? അടുത്തതാണ് സ്പേസ് ലാറ്റിസ്. സ്പേസ് ലാറ്റിസ് ആണ് ഇൻ എ സോളിഡ് ക്രിസ്റ്റൽ മെറ്റീരിയൽ ദ ആറ്റംസ് ഓർ മോളിക്യൂൾസ് ആർ അറേഞ്ച്ഡ് റെഗുലർലി ആൻഡ് പീരിയോഡിക്കലി ഇൻ എ 3 dimension. 3 dimensionൽ നമ്മൾ ആറ്റംസിനെയോ മോളിക്യൂളിനെയോ അറേഞ്ച് ചെയ്തിട്ട് ഒരു 3 dimensionൽ വരക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്പേസ് ലാറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്പേസ് ലാറ്റിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മോളിക്യൂൾസും ആറ്റംസും ഒക്കെ കൂടി ചേർന്ന് നമ്മളുടെ സോളിഡിനെ റെപ്രസെന്റ് ചെയ്തിട്ട് നമ്മൾ വരക്കുന്ന 3 dimensionനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്പേസ് ലാറ്റിസ് എന്ന് പറയുന്നത്.
സ്പേസ് ലാറ്റിസ് അല്ലെങ്കിൽ ക്രിസ്റ്റൽ ലാറ്റിസ് എന്നും പറയാറുണ്ട്. നമ്മൾ ആ 3 ഡയമെൻഷനിൽ നമ്മൾ ആ സ്ട്രക്ചർ വരച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി എന്ത്, ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് എന്ത് ചെയ്തത്, നമുക്ക് 3 ഡയമെൻഷനിൽ ആ മോളിക്യൂളിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റിയതെന്ന് മനസ്സിലായി. അങ്ങനെ ആ ബേസിക് ആയിട്ടുള്ള അതിനെ പറയുന്ന പേരാണ്, ആ ജോമെട്രിയെ പറയുന്ന പേരാണ് എന്ത്, യൂണിറ്റ് സെൽ എന്ന് പറയുന്നത്. ഇവിടെ ഒരു ക്യൂബിക് സ്ട്രക്ചർ, അതായത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരു ക്യൂബിക് സ്ട്രക്ചർ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടാണ് എന്ത് വന്നത്, ഒരു ബിഗ് ക്യൂബിക് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ആ ബേസിക് യൂണിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, യൂണിറ്റ് സെൽ എന്ന് പറയുന്നത്. ഇനി lattice point are the position of the atoms or ions or molecules can occupy in a crystal, giving its shape and characteristic. അതായത് നമ്മൾ ആറ്റംസ്, അയോൺസ്, മോളിക്യൂൾസ് ഇതൊക്കെ കാണുന്ന ആ പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലാറ്റിസ് പോയിന്റ് എന്ന് പറയുന്നത്. ഈ ലാറ്റിസ് പോയിന്റുകൾക്ക് പാരലായിട്ട് വരുന്ന പ്ലെയിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലാറ്റിസ് പ്ലെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു 3 ഡയമെൻഷണൽ ജോമെട്രി ഉണ്ടാവും. നമ്മളെ സോളിഡിനെ 3 ഡയമെൻഷനിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്പേസ് ലാറ്റിസ് എന്ന് പറയുന്നത്. അതിലെ ബേസിക് യൂണിറ്റിനെയാണ് യൂണിറ്റ് സെൽ എന്ന് പറയുന്നത്. ആ യൂണിറ്റ് സെല്ലിൽ ആറ്റംസും അതേപോലെ തന്നെ അയോൺസോ അല്ലെങ്കിൽ മോളിക്യൂൾസോ കാണുന്ന ആ ഒക്യുപ്പൈ ചെയ്യുന്ന ആ പോയിന്റിനെയാണ് നമ്മൾ ലാറ്റിസ് പോയിന്റ് എന്ന് പറയുന്നത്. ലാറ്റിസ് പോയിന്റുകൾക്ക് പ്ലെയിൻ വരുന്നത്, ആ പ്ലെയിനെയാണ് നമ്മൾ ലാറ്റിസ് പ്ലെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ക്രിസ്റ്റലോഗ്രാഫി. നമ്മൾ ക്രിസ്റ്റലോഗ്രാഫി എന്ന് പറഞ്ഞു, നമ്മൾ ക്രിസ്റ്റലിന്റെ ജോമെട്രി, പ്രോപ്പർട്ടീസ്, അതിന്റെ സ്ട്രക്ചർ, ഇതിനൊക്കെ കുറിച്ച് പഠിക്കുന്നത് ബ്രാഞ്ചിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്രിസ്റ്റലോഗ്രാഫി എന്ന് പറയുന്നത്. ഈ ക്രിസ്റ്റലോഗ്രാഫി ബേസ് ചെയ്തിരിക്കുന്ന 3 ലോന്റെ അടിസ്ഥാനത്തിലാണ്. ഫസ്റ്റ് ലോ, ദ ലോ ഓഫ് കോൺസ്റ്റൻസി ഓഫ് ഇന്റർഫേഷ്യൽ ആംഗിൾ. The law of constancy of interfacial angle, അല്ലെങ്കിൽ the law of symmetry. Third one, the law of rationality of indices. ആ ലോ ജസ്റ്റ് ഒന്ന് സ്റ്റേറ്റ് ചെയ്യാം, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഓരോ ലോസിനെ കുറിച്ചും ഡീപ്പായിട്ട് പഠിക്കാം. ഫസ്റ്റ് വൺ, the law of constancy of interfacial angle. The angle between the corresponding crystal phases remain in the same for a given substance, no matter how the phase is developed. അതായത് നമ്മൾ ഏത് സ്ട്രക്ചർ വരച്ച് കഴിഞ്ഞാലും, അതായത് ഒരു ക്യൂബിക്കിന്റെ അല്ലെങ്കിൽ ഒരു സോളിഡിന്റെ തന്നെ ഏത് സ്ട്രക്ചർ വരച്ച് കഴിഞ്ഞാലും അതിലെന്തുണ്ടാവില്ല, ഇന്റർഫേഷ്യൽ ആംഗിൾ മാറില്ല. ഇപ്പൊ NaCl ക്യൂബിക് സ്ട്രക്ചർ ആണെന്ന് പറഞ്ഞു, അപ്പൊ അതിന്റെ ആംഗിൾ ഒരിക്കലും എന്തുണ്ടാവില്ല, ചേഞ്ച് ചെയ്യും. നമ്മൾ ബെൻസീൻ എങ്ങനെ വരച്ച് കഴിഞ്ഞാലും അതിന്റെ ആംഗിൾ എന്തായിരിക്കും, 120 ആയിരിക്കും എന്ന് പറയുന്ന പോലെ. ദ ലോ ഓഫ് സിമെട്രി എന്ന് പറഞ്ഞാൽ ഓൾ ക്രിസ്റ്റൽ ഓഫ് സെയിം സബ്സ്റ്റൻസസ് പോസസ് ദി സെയിം എലമെന്റ് ഓഫ് സിമെട്രി. എല്ലാ ക്രിസ്റ്റലിനും ഒരു സബ്സ്റ്റൻസ് എടുക്കുകയാണെങ്കിൽ അതിൽ ഉണ്ടാവുന്ന എലമെന്റ് ഓഫ് സിമെട്രി എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ദ ലോ ഓഫ് റേഷണാലിറ്റി ഓഫ് ഇൻഡിസസ്. ദ ഇന്റർസെപ്റ്റ് ഓഫ് എനി പ്ലെയിൻ ഓഫ് എ ക്രിസ്റ്റൽ അലോങ് ദ ക്രിസ്റ്റലോഗ്രാഫിക് ആക്സിസ് ആർ either equal to the unit intercept or the some simple rational number of multiples of them. ഇത് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രിസ്റ്റലോഗ്രാഫിക് ആക്സിസ് എന്താണ്, ക്രിസ്റ്റലോഗ്രാഫിക് ആംഗിൾ ആണ് എന്താണെന്നൊക്കെ അറിയണം. അപ്പോൾ അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ.